സഞ്ജുവിനും രാജസ്ഥാനും എന്താണ് സംഭവിക്കുന്നത്? 6 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 2 വിജയവും 4 തോൽവിയുമായി പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. മൈനസ് റൺ റേറ്റാണ് ടീമിനുള്ളത്. ആദ്യ മത്സരത്തിൽ SRHനോട് പൊരുതിയ രാജസ്ഥാൻ്റെ നിഴൽ മാത്രമായിരുന്നു ബാറ്റിങ്ങിൽ പിന്നീട് കണ്ടത്. ചില മത്സരങ്ങളിൽ ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ 3 മത്സരങ്ങളിൽ പരാഗാണ് നയിച്ചത്. അതിൽ ഒരു വിജയം മാത്രം. അടുത്ത 3 മത്സരങ്ങളിൽ സഞ്ജു നായകനായി തിരിച്ചെത്തിയിട്ടും ഒരു വിജയം മാത്രമാണ് ടീമിനുള്ളത്. സഞ്ജു 6 മത്സരങ്ങളിൽ നിന്ന് 193 റൺസാണ് നേടിയിട്ടുള്ളത്. ഇതിൽ ഒരു 50 മാത്രം. 30+ റൺസ് 3 മത്സരങ്ങളിൽ. ജയ്സ്വാളിൻ്റെ സ്ഥിരതയില്ലായ്മയാണ് ടീമിന് മറ്റൊരു തിരിച്ചടി. 1, 4, 6 എന്നിങ്ങനെയാണ് 3 മത്സരങ്ങളിൽ നേടിയത്. ആകെ 182 റൺസാണ് നേട്ടം. 165 റൺസുമായി പരാഗും 159 റൺസുമായി ജുറലുമുണ്ട്. ബോളിങ്ങിലും ടീം ആവറേജായി മാറുകയാണ്. സ്പിന്നർമാർ നിറം മങ്ങുന്നതും റൺ വഴങ്ങുന്നതും തലവേദനയാണ്. ബാംഗ്ലൂരിനെതിരെ നേടാനായത് വെറും 1 വിക്കറ്റ് മാത്രമാണ്. കൊൽക്കത്തയ്ക്കെതിരെ ആകട്ടെ 2 വിക്കറ്റ് മാത്രം. ആകെ 6 മത്സരങ്ങളിൽ നിന്ന് എതിർ ടീമിൻ്റെ 30 വിക്കറ്റുകളാണ് രാജസ്ഥാൻ ബോളർമാർ വീഴ്ത്തിയിട്ടുള്ളത്. 4 മത്സരത്തിലും 175 മേൽ എതിരാളികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. തീക്ഷണയും ഹസാരംഗയും ആവറേജ് പ്രകടനത്തിൽ ഒതുങ്ങുന്നുണ്ട്. ആർച്ചർ ആദ്യ മത്സരങ്ങളിലെ മോശം പ്രകടനത്തിൽ നിന്ന് മികച്ച തിരിച്ചുവരവ് നടത്തിയത് മാത്രമാണ് ആശ്വാസം. തുഷാർ ദേശ്പാണ്ഡെയും സന്ദീപ് ശർമ്മയ്ക്കും ആർച്ചറിന് വേണ്ട പിന്തുണ നൽകാൻ കഴിയുന്നില്ല. അടുത്ത മത്സരം ഏപ്രിൽ 16 ഡൽഹിക്കെതിരായാണ്. ഉടനെ തിരിച്ചു വരാനായില്ലെങ്കിൽ ഇത്തവണ പ്ലേ ഓഫ് ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കും.